മക്കളെ കൺജങ്ഷൻസിന്റെ ഒരു ടോപ്പിക് വന്നാൽ നമുക്ക് എഡിറ്റിംഗിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കൺജങ്ഷൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കൺജങ്ഷൻസ് വന്നാൽ എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെ വരും ചോദ്യം, ഏത് ലെവലിൽ വരാൻ സാധ്യത ഉണ്ട്. നമ്മൾ എല്ലാ ഗ്രാമറും അരിച്ചു പെറുക്കി പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ എടുക്കാനുള്ള കാര്യം. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് ഗവൺമെന്റ് തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. നോക്കൂ നിങ്ങൾ, മീര വാണ്ടഡ് ടു ഫിനിഷ് ഹർ പ്രൊജക്ട് ബിഫോർ സ്കൂൾ അല്ലേ. നോക്കൂ, കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ കൊടുക്കുന്ന കേട്ടോ. മിഡിൽ കൊടുക്കുന്നത് കൺജങ്ഷൻ. ജംഗ്ഷനിൽ നമ്മൾ കാണാൻ പറ്റുന്നതാണ് കൺജങ്ഷൻ. ഓൾദോ അർത്ഥം എന്താ? ഓൾദോന്റെ അർത്ഥം എന്താ മക്കളെ? പറ എങ്കിലും അല്ലേ. ഓൾദോന്റെ അർത്ഥം എന്താണ്? പറ എങ്കിലും. ക്ലിയർ. അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ, അതുവരെ, ഇതുവരെ എന്നൊക്കെ പറയില്ലേ, അതുവരെ, അതാണ് അതുവരെ. അണ്ടിൽ, അതുവരെ. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ, എപ്പോൾ, അപ്പോൾ എപ്പോഴാണോ അപ്പോൾ എന്ന് പറയില്ലേ, അതാണ് ആ എപ്പോഴാണോ അപ്പോൾ എന്ന് പറയുന്ന സംഗതി ആട്ടോ. സിൻസ് പറഞ്ഞാൽ മുതൽ, എന്താ പറ? മുതൽ. ക്ലിയർ. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം, എന്താ പറ? കാരണം. ക്ലിയർ. ഇനി നോക്കിക്കോളൂ, ഈ വൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന മുതൽ അല്ലെ, അങ്ങനെയൊക്കെ ഒരു അർത്ഥം വെക്കാം കേട്ടോ. നോക്കിക്കോളൂ നിങ്ങൾ, മീര വാണ്ടഡ് ടു ഫിനിഷ് ഹർ പ്രൊജക്റ്റ്, അവൾക്ക് അവളുടെ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യണം ബിഫോർ സ്കൂൾ റീ ഓപ്പൺഡ്, സ്കൂൾ തുറക്കുന്നതിന് മുന്നേ. ഷീ ഹാഡ് ലോട്ട്സ് ടു റീഡ്, കാരണം അല്ലേ, കാരണം. ബിക്കോസ്, ഇവിടെ എന്താ ഉത്തരം വന്ന് പറ? ബിക്കോസ്, കാരണം അവൾക്ക് എന്തുണ്ട് പറ? ഒരുപാട് വായിക്കാനുണ്ട്. ആൻഡ് റിസർച്ച്, ഷീ വർക്ക്ഡ് ലേറ്റ് ഇൻ ടു നൈറ്റ്, രാത്രി പോലും അവൾ വർക്ക് ചെയ്തു. ഷീ ഡിഡ്ന്റ് ടേക്ക് എനി ബ്രേക്സ്, അവൾ ഒരു ബ്രേക്ക് എടുത്തില്ല. ഷീ ഫെൽറ്റ് എക്സോസ്റ്റഡ്, അവൾക്ക് എക്സോസ്റ്റഡ് ആകുന്നത് വരെ. അണ്ടിൽ, അതുവരെ. അപ്പോൾ ഉത്തരം എന്താ വന്നത് മക്കളെ? അണ്ടിൽ, അതുവരെ എന്ന് ഉത്തരം വന്നു. അണ്ടിൽ, അതുവരെ. നോക്കൂ, ഹർ മദർ ഹെൽപ്ഡ് ഹർ, അവളെ അമ്മ സഹായിച്ചു. വിത്ത് ഡ്രോയിങ്, എഴുത്തിലൊക്കെ അല്ലെ, വരയിലൊക്കെ സഹായിച്ചു. എപ്പോ നോക്കൂ നിങ്ങൾ, ഈ വൈൽ അല്ലെ, എപ്പോഴാണോ അപ്പോൾ അല്ലെ, എപ്പോഴാണോ അപ്പോൾ, അതാണ് വൈൽ എന്ന് പറയുന്നത്. ഈ വൈൽ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, അതിന് ശേഷം വരുന്ന സെന്റൻസ് എന്തായിരിക്കും? പറ പാസ്റ്റ് ആയിരിക്കും എന്നുള്ള. വൈൽ ഷീ വാസ് ഗുഡ് അറ്റ് ഹാർട്ട്, സോറി ഹാർട്ട് അല്ല, ആർട്ട്. ഓക്കെ. നോക്കൂ, ഹർ ഫ്രണ്ട്സ് വെർ പ്ലേയിങ് ഔട്ട്സൈഡ്, അവളുടെ ഫ്രണ്ട്സ് പുറത്ത് കളിക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ഡേ, ആ സമയത്തൊക്കെ. മീര സ്റ്റേഡ് ഇൻ ഹെർ റൂം ഫോർ കംപ്ലീറ്റ് ഹെർ വർക്ക്, അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പറ? അവൾ അവിടെ ഇരുന്ന് ടു കംപ്ലീറ്റ് ആട്ടോ, ടു കംപ്ലീറ്റ് ഹെർ വർക്ക് എന്ന്. ഇവിടെ നോക്കൂ നിങ്ങൾ, എങ്കിലും അല്ലേ, എങ്കിലും ഏതാണ് ഇവിടെ? ഓൾദോ, ഓൾദോ. ഓക്കെ, ഓൾദോ ഹെർ ഫ്രണ്ട്സ് വെർ പ്ലേയിങ് ഔട്ട്സൈഡ്, അവളുടെ ഫ്രണ്ട്സ് പുറത്ത് കളിക്കുന്നുണ്ടെങ്കിലും അവൾ എന്ത് ചെയ്തു? അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്നു. അപ്പോൾ ഇതുപോലെ കൺജങ്ഷൻ്റെ ചോദ്യമൊക്കെ ചോദിച്ചാൽ മക്കളെ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഈ പഠിപ്പിച്ചെന്നുണ്ടല്ലോ, ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക. റെഡി അല്ലേ മക്കളെ? സെറ്റാക്കട്ടോ. ഇന്ന് ഏറിൻ്റെ ലൈവിലേക്ക് വായോ, ഇതുപോലെ നമ്മൾ ഏതാണ് കറക്റ്റ് ചോദിക്കുക എന്നുള്ളത് പറഞ്ഞു തരും കേട്ടോ. ഫ്രണ്ട്സിനെയും കൂട്ടി വായോ, നമുക്ക് അവിടെ വെച്ച് പൂരത്തിന് കാണാടാ. ബൈ.